നമസ്കാരം. ലഭ്യമായ വിവരങ്ങളിലേക്കുള്ള ഈ വിശദമായ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് വലിയൊരു സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നത് വെറുതെ കുറച്ച് വാർത്തകൾ അറിയാൻ വേണ്ടി മാത്രമല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ യഥാർത്ഥ ചിത്രം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. വിവരങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്കിൽപ്പെട്ട് ശരിക്കും എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് തിരിയാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. അതെ, അതൊഴിവാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്കാവശ്യമായ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലളിതമായി എന്നാൽ വളരെ ആഴത്തിൽ നൽകുക എന്നതാണ് ഈയൊരു അന്വേഷണത്തിന്റെ പ്രധാന ഉദ്ദേശം. ശരിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വരാൻ പോകുന്ന 2026 ഏപ്രിൽ മാസത്തിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിനായി നമ്മൾ ആശ്രയിക്കുന്നത് നോട്ട്ബുക്ക് 26 എന്ന സ്രോതസ്സിലെ ചില സുപ്രധാന കുറിപ്പുകളെയാണ്. അതുകൊണ്ട് ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് അവലോകനമല്ല. അല്ല, വളരെ വിശദമായ ഒരു നോട്ടമാണ് നമ്മൾ നടത്തുന്നത്. അതെ, ഈ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് ലോകശ്രദ്ധ നേടുന്ന ഒരു വലിയ സംഭവമായി മാറുന്നതെന്നും ഇതിനു പിന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പരിശോധിക്കും. ഒപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ തീയതി പ്രഖ്യാപനത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്നും നമ്മളിന്ന് സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. കൃത്യം. നിങ്ങളെ എപ്പോഴും അപ്ഡേറ്റഡായി നിലനിർത്താൻ ഈ ചർച്ച തീർച്ചയായും സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ കുറിപ്പുകളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? തുടങ്ങാം. സ്രോതസ്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വെറുതെ വായിച്ചു പോകുന്നതിന് പകരം അതിനു പിന്നിലെ യഥാർത്ഥ പ്രക്രിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വരുന്ന 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനെക്കുറിച്ച് സ്രോതസ്സിൽ പരാമർശിച്ചിരിക്കുന്നത് അതൊരു വല്ലാത്ത സംഭവമായിരിക്കുമെന്നാണ്. ഒരു വല്ലാത്ത സംഭവം. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 140 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നത് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണല്ലോ. ശരിയാണ്, എപ്പോഴും വലിയ ചർച്ചയാണ്. എന്നാൽ ഈ കുറിപ്പുകൾ പ്രത്യേകം എടുത്തു കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്ന പൗരബോധവും ഒപ്പം ജനാധിപത്യ മൂല്യങ്ങളുമാണ്. അവിടെയാണ് നമ്മൾ ഈ ഉയർന്ന പൗരബോധം എന്ന പ്രയോഗത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതായത് കേവലം ഒരു ദിവസം പോയി വോട്ട് ചെയ്യുക എന്നതിനപ്പുറമാണത്. അതെ, സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ പ്രാദേശിക പ്രശ്നങ്ങളോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ആണല്ലോ ചർച്ച ചെയ്യപ്പെടുക. അതെ. എന്നാൽ കേരളത്തിന്റെ കാര്യത്തിൽ സ്രോതസ് വ്യക്തമാക്കുന്നത് ഇതൊരു ആഗോളതലത്തിലുള്ള പങ്കാളിത്തമുള്ള പ്രക്രിയയാണ് എന്നാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളികൾ ഈ 140 സീറ്റുകളിലെ ഓരോ ചലനങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് വെറുമൊരു കൗതുകമല്ല, തങ്ങളുടെ നാടിന്റെ ജനാധിപത്യ പ്രക്രിയയിലുള്ള വലിയൊരു വിശ്വാസമാണ്. അതെ, ഒരു വ്യക്തി വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി തനിക്കും വലിയ പങ്കുണ്ട് എന്ന ആ ഒരു ബോധം, അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇത്രയും വേറിട്ട് നിർത്തുന്നത്. ആ ഒരു പങ്കാളിത്തം പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. കുറിപ്പുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ഉത്സവ അന്തരീക്ഷം. അതെ, ഉത്സവ അന്തരീക്ഷം. കേരളത്തിലെ വോട്ടർമാരും പ്രവാസി മലയാളികളും ചേർന്ന് ഈ തിരഞ്ഞെടുപ്പ് ദിനങ്ങളെ ശരിക്കും ഒരു ഉത്സവമാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. വളരെ കൗതുകകരമായ ഒരു പ്രയോഗമാണത്. ഇതൊരു രാഷ്ട്രീയ പ്രക്രിയയാണെങ്കിലും ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നത് ഒരു വലിയ സാംസ്കാരിക ഉത്സവം പോലെയാണ്. തീർച്ചയായും. പ്രവാസികളായ പലരും ഈ ഏപ്രിൽ മാസത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ശരിയാണ്. ആ ഒരു വലിയ ആവേശമുണ്ടല്ലോ. ഒരുപക്ഷേ ഈ ഒരൊറ്റ കാരണം കൊണ്ടാകാം തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഈ പ്രക്രിയയെ ഇത്രത്തോളം ഗൗരവത്തോടെ കാണുന്നത്. അതെ, ഈ ഉത്സവ അന്തരീക്ഷമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണസംവിധാനങ്ങൾക്കും മേലുള്ള ഒരു വലിയ സമ്മർദ്ദം കൂടിയല്ലേ? വലിയ സമ്മർദ്ദമാണ്. ജനങ്ങൾ ഇത്രത്തോളം സജീവമായി ഈ പ്രക്രിയയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് വളരെ സുതാര്യമായി നടത്തുക എന്നത് ചെറിയ കാര്യമല്ല. ഒട്ടും ചെറിയ കാര്യമല്ല. സ്രോതസ്സിൽ പറഞ്ഞിരിക്കുന്ന ലോക മലയാളി സമൂഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ കാലത്ത് വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. അതെ, നാട്ടിലെ ഓരോ ബൂത്തിലെയും വിവരങ്ങൾ തത്സമയം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്, സോഷ്യൽ മീഡിയ വഴിയൊക്കെ. കൃത്യം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഴ്ച പോലും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടാം. ഈ ഉയർന്ന പൗരബോധമുള്ള ജനതയ്ക്ക് മുന്നിൽ യാതൊരു പിഴവുമില്ലാതെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൂടുതൽ കൗതുകകരമാകുന്നത്. ഈ ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി നോക്കണം. ഏതാണത്? ഈ തിരഞ്ഞെടുപ്പ്
കേരളത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല എന്ന യാഥാർത്ഥ്യം.